വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ വ്യക്തി താല്പര്യങ്ങൾക്കാണോ മുൻതൂക്കം കൊടുക്കുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിനെതിരാകുന്നു, വി ടി ബലറാമിനെതിരാകുന്നു, അതോടൊപ്പം തന്നെ പിണറായിയുമായി ഓണസദ്യ കഴിക്കുന്നു. ഈ വി ഡി സതീശന്റെ ലക്ഷ്യം എന്താണ്? കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞതാണ്, ഈഗോ സെൻട്രിക് വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഈഗോ അത് അദ്ദേഹത്തിൻ്റെ വർത്തമാനത്തിൽ കൂടി തന്നെ പുറത്തിയാടിയല്ലോ. എനിക്ക് ബോധ്യമല്ലാത്ത ഒരു കാര്യവും ഞാൻ അംഗീകരിക്കുകയില്ല. ഇയാൾ ആരുവാ? ആദ്യത്തെ KPCC പ്രസിഡന്റോ? CK ഗോവിന്ദൻ നായർ മുതലുള്ള ആൾക്കാർ ഇരുന്ന കസേരയിലല്ലേ അദ്ദേഹം ഇരിക്കുന്നത്? എന്താണ് വിചാരിച്ചിരിക്കുന്നത്? ഇത് ഇദ്ദേഹത്തിൻ്റെ കുടുംബ സ്വത്താണെന്ന് എൻ്റെ ബോധ്യം. അങ്ങനൊന്നുമില്ല. കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയില്ലേ? ഉൾപാർട്ടി ജനാധിപത്യമുള്ള പാർട്ടിയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന പാർട്ടിയാണ്. തമ്മിൽ തല്ലൊക്കെ ഉണ്ടാവും, ജനാധിപത്യമാണ്. ഒരു ഗ്രൂപ്പിൻ്റെ, അതാണല്ലോ കോൺഗ്രസ് എന്ന് പറയുന്നത്, ഒരു ചേർന്ന സംഘാതമാണത്. അതിൻ്റെ എല്ലാ അഭിപ്രായം അനുസരിച്ചല്ലാതെ ഒരു VD സതീശനും പോകാൻ പറ്റില്ല, K സുധാകരനും പോകാൻ പറ്റില്ല. ഇവിടെ ഇപ്പോൾ എന്താ പറയുക, എനിക്ക് ബോധ്യപ്പെട്ടിട്ടല്ലാതെ ഞാൻ സമ്മതിക്കില്ലെന്ന് പറയും. ഇയാൾ ആരെ? തന്നെയല്ല, നിങ്ങളൊക്കെ വെറും റബ്ബർ സ്റ്റാമ്പുകളല്ലേ, കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഹൈക്കമാൻഡിൻ്റെ റബ്ബർ സ്റ്റാമ്പ്. അതിനപ്പുറം ആർക്കെങ്കിലും പോകാൻ പറ്റുമോ? പാർട്ടിക്ക് പുറത്താവില്ലേ? പാർട്ടിക്ക് അകത്തെടുക്കാൻ പറയും. ഇങ്ങനെയുള്ള ഈഗോയും ഉണ്ടല്ലോ, ഞാനാണ് മഹാൻ എന്നുള്ളൊരു തോന്നലും ഉണ്ടല്ലോ. കോൺഗ്രസിനെ നശിപ്പിച്ച് നാറാണക്കല്ല് വെപ്പിക്കും, ഒരു സംശയമില്ല. പണ്ടൊരിക്കൽ രമേശ് ചെന്നിത്തല പോയിട്ട് ആ ഈഗോയും വെച്ചുകൊണ്ട് കേരള കോൺഗ്രസിനോട് അവരുടെ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് സ്ഥാനം മാറ്റി കോൺഗ്രസ്സുകാരനെ ആക്കണമെന്ന് പറഞ്ഞതാണ്. ഇന്ന് നിങ്ങൾ ഈ അഭിമുഖീകരിക്കുന്ന ഈ ഭരണമില്ലാത്ത രാഷ്ട്രീയ അജ്ഞാതവാസത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആ ഈഗോയാണ്. അത് സമാധാനപരമായിട്ട് പരിഹരിക്കണം. കാരണം അദ്ദേഹം കൊടുക്കുന്ന സന്ദേശം എന്താണ്? യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവിനെ പോലീസ് മർദ്ദിച്ച് അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ അദ്ദേഹം പിണറായി വിജയനുമായി ഇരുന്നിട്ട് ഓണസദ്യ കഴിക്കുക, ഇളിച്ചും കൊണ്ടിരുന്നിട്ട് അദ്ദേഹമായിട്ട് പായസത്തിന്റെ മധുരം പങ്കുവെക്കുക. എന്തൊരു ഷോ ഓഫാണ് കാണിക്കുന്നത്. ഇങ്ങനെയാണോ പ്രതിഷേധം കാണിക്കേണ്ടത്? VD സതീശനെ കുറിച്ച് നല്ല വാക്ക് പറഞ്ഞു മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്. കാരണം രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന അഴിമതികൾ എണ്ണയിട്ട് നിരത്തി പറയുന്ന, അക്കമിട്ട് നിരത്തി പറയുന്ന ആൾ ഒഴിഞ്ഞു കിട്ടിയത് അദ്ദേഹത്തിന് വലിയ ആശ്വാസമായി. കാരണം അദ്ദേഹത്തിൻ്റെ അലമാരിയിലെ അസ്ഥികൂടങ്ങൾ മുഴുവൻ പുറത്തു കൊണ്ടുവന്നേനി, ഓരോന്നൊന്ന് ഇപ്പോഴും പുറത്തു കൊണ്ടുവരുന്നു. അദ്ദേഹം അപ്രസക്തനായിട്ടിരിക്കുമ്പോഴും ഓരോരോ അഴിമതികൾ, 108 ആംബുലൻസ് അഴിമതി ഇപ്പോൾ ഈയിടെ പുറത്തു കൊണ്ടുവന്നു. കോൺഗ്രസ് അതൊന്നും ഹൈലൈറ്റ് ചെയ്യുന്നില്ലെന്നേ. അവർക്കിപ്പോൾ ED സതീശന് അദ്ദേഹത്തിൻ്റെ ആ വെള്ള ഷർട്ടിൽ ഒരു പൊടി പോലും പറ്റരുത്, തൻ്റെ ഇമേജിന് ഒരു കളങ്കം പോലും വരുത്തരുത് എന്നുള്ള വിചാരം. AK ആന്റണി ഇതുപോലായിരുന്നു, ആദർശ കുസുമമായിരുന്നു. അതിൽ ഒരു തരി പോലും വീഴരുത്. അതുകൊണ്ടാണ് ഡിഫൻസിൽ എന്തെങ്കിലും നമ്മൾ വാങ്ങിച്ച അഴിമതി ആരോപിക്കുമെന്നും പറഞ്ഞ് അദ്ദേഹം ഒരു സാധനവും വാങ്ങിക്കായിരുന്നു, ഇന്ത്യയുടെ അതിർത്തി മുഴുവൻ കുളമാക്കിയത്. മനസ്സിലായോ? അതുപോലെയാണ് VD സതീശൻ. എൻ്റെ ബോധ്യങ്ങൾക്കപ്പുറം ആരും വരരുതെന്ന്. എന്തോന്ന് തൻ്റെ ബോധ്യങ്ങൾ? KPCC എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാത്രമല്ല, കേരള കോൺഗ്രസ് പാർട്ടിയാണോ? കേരള കോൺഗ്രസ് എന്ന് നാഷണൽ മീഡിയ ഒക്കെ പറയും. അത് കേരള കോൺഗ്രസിനെ ഉദ്ദേശിച്ചല്ല, കോൺഗ്രസിനെ ഉദ്ദേശിച്ച കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി, ആൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഉണ്ട് അതിന് മുകളിൽ. അതുമല്ല, അതിനും മുകളിൽ ഹൈക്കമാൻഡുണ്ട്. അവർ പറയുന്നതിനപ്പുറം അങ്ങോട്ടോ ഇങ്ങോട്ടോ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല, അത് കോൺഗ്രസിനുള്ളിൽ. മനസ്സിലായോ? അതിപ്പോൾ തൽക്കാലം KC വേണുഗോപാലാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് അമ്മാതിരിയുള്ള ജാടകളൊന്നും പറയേണ്ട, അംഗത്തരങ്ങളൊന്നും പറയേണ്ടതില്ല. എൻ്റെ ബോധ്യത്തിനപ്പുറം ഒരു KPCC പ്രസിഡന്റിൻ്റെ കസേരയിൽ ഇരുന്നു എന്ന് വെച്ച് അങ്ങ് ആളായി കളയാമെന്ന് ആരും വിചാരിക്കേണ്ട. KPCCക്ക് നിർവാഹക സമിതിയുണ്ട്. അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ ഈ രാഹുൽ മാങ്കൂട്ടം പ്രശ്നവുമായി ബന്ധപ്പെട്ട് പാർട്ടി പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ നിയമസഭയിൽ വരുന്നതും വരാത്തതെല്ലാം രാഹുലിന്റെ ഇഷ്ടം. പക്ഷേ VD സതീശൻ പറയുന്നു അങ്ങോട്ട് വരേണ്ട. പണ്ടാരടങ്ങാനായിട്ട് ഈ പിണറായി ഭരണം ഒന്ന് അവസാനിച്ച് കിട്ടിയാൽ മതിയെന്ന് വിചാരിച്ചിരുന്നവരായിരുന്നു കേരളത്തിലെ ജനങ്ങൾ. ഇപ്പോൾ അവർ പുനർചിന്തിച്ചു തുടങ്ങി. അത്രമാത്രം ഭരണവിരുദ്ധ വികാരം കൊണ്ട് സാന്ദ്രമായിരുന്നു കേരളം. രാഹുൽ എന്ന് പറയുന്ന തെറിച്ച ചെക്കൻ്റെ, അങ്ങനെ തന്നെ പറയേണ്ടി വരും, പറഞ്ഞോ കേട്ടതൊക്കെ സത്യമാണ്. അവൻ കാണിച്ചത് ആന്തോന്നിത്തങ്ങൾ കൊണ്ട് അത് നശിപ്പിച്ച് നാറാണക്കല്ല് വെച്ചു. അവന് ചുറ്റും ഇപ്പോൾ കോൺഗ്രസ്, അവന് വേണ്ടിയിട്ട് കോൺഗ്രസ് ഇപ്പോൾ രണ്ടായിരിക്കുകയാണ്. ഞാൻ അയാളെ ന്യായീകരിച്ചുകൊണ്ട് പറയല്ലേ. യൂത്ത് കോൺഗ്രസ് ബ്രിഗേഡ് എന്ന് പറയുന്ന നിയമസഭയിലെ വലിയൊരു ശക്തിയായിരുന്നു. അതിപ്പോൾ നയിക്കാൻ ഉഷാറായിട്ട് ഒരാൾ വരുന്ന ആദ്യത്തെ നിയമസഭയിൽ തന്നെ കാല് കുത്താൻ ഇവന് കഴിയുമെന്ന് സംശയം. കാരണം സ്പ്ലിറ്റായിരിക്കുന്നു കോൺഗ്രസ് രണ്ടായിട്ട്, കാലവും രണ്ടായിട്ട് സ്പ്ലിറ്റായിരിക്കുന്നു. അതായത് UDFന് അനുകൂലമായിട്ടൊരു കാലം, അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ഗർഭശ്രീമാൻ അവസ്ഥ പുറത്തു വരുന്നത് വരെ, അതിനുശേഷം ഉണ്ടായിട്ട അവസ്ഥ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെതിരായിട്ടൊരു കാലഘട്ടമാണ്. നിങ്ങളത് മനസ്സിലാക്കണം. അതിൻ്റെ ഓരോ പ്രധാനപ്പെട്ട സംഭവങ്ങളും എന്ന് പറഞ്ഞാൽ വീക്ക് ലിങ്ക്സ് മുഴുവൻ, ഒരു കണ്ണിയിൽ ദുർബലമായിട്ടുള്ളത് ഏതൊക്കെയാണോ അത് മുഴുവൻ പിണറായി വിജയൻ പിടിച്ചിട്ട് അത് നല്ല കട്ടിയുള്ള കണ്ണികളാക്കി ഇടതുപക്ഷ ശൃംഖലയെ വലിയ ശക്തമായിട്ടുള്ളൊരു ശൃംഖലയായിട്ട് മാറിയിരിക്കുന്നു. ഓരോന്ന് പറയാം. ഇപ്പോൾ അയ്യപ്പ സംഗമം, അവർക്ക് വലിയൊരു വിദ്വേഷം, ഈഴവർ, നായവർ തുടങ്ങിയ വിഭാഗങ്ങൾക്ക് പിണറായിയോട് ദേഷ്യം തോന്നുന്നത്. അതിനെ പരിഹരിക്കാനാണ്
അദ്ദേഹം ഫുൾ ശാപ്പാടും 5 സ്റ്റാർ ഹോസ്പിറ്റാലിറ്റിയും ഒക്കെ കൊടുത്ത് പമ്പ അയ്യപ്പ സംഘം സംഘടിപ്പിക്കുന്നത്. NSSും SNDP ഒക്കെ അങ്ങോട്ട് മാറിക്കഴിഞ്ഞു ചേരി. മനസ്സിലായോ? ഒന്നത്. രണ്ടാമത് സപ്ലൈകോയിൽ ഏറ്റവും നല്ല രീതിയിൽ ഒറ്റ പരാതി പുറത്തു വന്നിട്ടുണ്ടോ ഇതുവരെ? സാധനങ്ങളെല്ലാം നന്നായിട്ട് വില കുറച്ച് കൊടുത്തു. പിന്നെ റേഷൻ കടകളിൽ പോയി 15 കിലോ അരി. എന്താ തമാശ എന്താന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ കൊടുക്കുന്നത് കേന്ദ്രമാണ്. ഈ കേന്ദ്രം കൊടുക്കുന്നത് പിണറായി വിജയൻ്റെ ദാനമാണെന്ന് വിചാരിച്ചാണ് ജനങ്ങൾ കൈ നീട്ടി സ്വീകരിക്കുന്നത്. ജനങ്ങൾക്ക് ഇതാണ് വേണ്ടത്. അല്ലാതെ അവർക്ക് ഈ വെള്ള ടീഷർട്ട്, വെള്ള അവരുടെ ഖദർ ഷർട്ടിൽ ഇങ്ങനെ പൊടി പറ്റരുതെന്നുള്ള ആഗ്രഹങ്ങൾ, ഇന്നോവ കാറിൽ പിന്നെ യാത്ര ചെയ്യണമെന്നല്ല കേരളത്തിലെ പൊതുവെ നിശബ്ദ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ ആഗ്രഹം. എന്നതുകൊണ്ട് അവർ തീർച്ചയായിട്ടും ഇയാളാണെങ്കിൽ പിന്നെ ഒന്നുകൂടി ഇരിക്കട്ടെ, ഇനി അവന്മാർ വന്നാൽ ഇനി എത്ര ഗർഭത്തിന് നമ്മൾ സമാധാനം പറയേണ്ടി വരും എന്നൊരു ധാരണ അവരുടെ ഉള്ളിലുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒന്ന് ഈ അലമ്പ്, ചീത്ത, നാറി എന്നൊക്കെയുള്ള വാക്കുകളാണല്ലോ നാടൻ ഭാഷയിൽ ഉപയോഗിക്കുന്നത്. അതിനെല്ലാം ഉപയുക്തരായ നേതാക്കൾ ഇവരുടെ പക്ഷത്തുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും തമ്മിൽ ഭേദം തൊമ്മൻ എന്നുള്ള ന്യായമനുസരിച്ച് അവർ പിണറായി പക്ഷത്തേക്ക് ചാഞ്ഞെന്ന് വരും. കാറ്റ് അങ്ങോട്ട് വീശിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ. അതിനിടയ്ക്കാണ് എൻ്റെ ബോധ്യങ്ങൾക്കപ്പുറം ഞാനൊന്നും സമ്മതിക്കത്തില്ലെന്നും പറഞ്ഞ് പിണറായി വിജയനോടൊപ്പം ഇരുന്ന് പായസം ആസ്വദിച്ച് കഴിക്കുന്നത്. ഏത് സന്ദർഭത്തിലാണ്? അവർക്ക് ഏറ്റവും നന്നായിട്ട് ഇവിടെ അവരുടെ പ്രതിസന്ധി ഘട്ടത്തിൽ രക്ഷിക്കാമായിരുന്ന ഒരു തുരുമ്പ് മുങ്ങിക്കിടക്കുകയാണ്. ആകെ മുങ്ങിക്കിടക്കുന്നിടത്ത് ഒരു തുരുമ്പായിട്ട് ആ മുങ്ങലിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ സഹായിക്കുമായിരുന്ന ഒന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള സുജിത്ത്, അല്ലേ? സുജിത്തിനെ ക്രൂരമായിട്ട് പോലീസ് കൈയുടെ ഈ ഭാഗമുണ്ട്, ഈ ഭാഗം വെച്ചൊക്കെ ഇടിച്ച് നമുക്ക് കണ്ടാൽ സാഡിസ്റ്റിക് ഈദി അമീൻ ചെയ്യുന്ന പോലെ ചെയ്യുന്ന പോലീസുകാർ കേരളത്തിലുണ്ടെന്ന് കാണിക്കുന്ന ദൃശ്യങ്ങൾ 2 വർഷത്തിന് ശേഷം പൊങ്ങി വന്നിരിക്കുകയാണ് CCTVയിലൂടെ. നിരന്തരമായിട്ട് ഈ സുജിത്തും കൂട്ടുകാരും നടത്തിയ ഒരു നിയമ പോരാട്ടത്തിനൊടുവിൽ കേരളത്തിൻ്റെ മനസാക്ഷിയെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുന്നതാണ്. നിശബ്ദ ഭൂരിപക്ഷത്തെയും ചിന്താക്കുഴപ്പത്തിലാക്കിയ കാര്യം. അത് വെച്ചുകൊണ്ട് ശരിക്കൊരു ക്യാമ്പയിൻ നടത്തിയിരുന്നുവെങ്കിൽ അവർക്ക് നഷ്ടപ്പെട്ട ഗ്ലോറി കോൺഗ്രസ്സിന് ഒരു പക്ഷേ വീണ്ടെടുക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ അതിനുപോലും ശ്രമിക്കാതെ മുഖ്യമന്ത്രിയുടെ സൈഡിൽ കയറിയിരുന്ന് പായസവും കഴിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു പായസം ഒന്ന് വേണ്ടെന്ന് വെച്ചാമായിരുന്നല്ലേ പാർട്ടിക്ക് വേണ്ടി? എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെയാണ് സ്ട്രാറ്റജി പാർട്ടി തീരുമാനിക്കുന്നത്. ഇതാരാണ് തീരുമാനിക്കുന്നത്? അടൂർ പ്രകാശാണോ? ഇതാരാണിത് തീരുമാനിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. സണ്ണി ജോർജിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാത്തതുകൊണ്ട് അശോഭനമായിട്ടുള്ള ഒരു ഭരണാധികാരം കൈയാളുന്ന ആള് കേന്ദ്രം പറയുന്നത് നടപ്പാക്കുക. ഇനി സണ്ണി ജോർജിനെ കേന്ദ്രം പറയുന്നതാണോ VD സതീശൻ പറയുന്നതാണോ? കാരണം സുധാകരൻ ഉണ്ടായിരുന്ന പറയുന്നത് നടപ്പിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അല്ല, അതിന്റെ മോഡസ് ഓപ്പറാണ്ടി അങ്ങനെയല്ല. ഒരു വേദിയിൽ ഇരുന്നുകൊണ്ട് വളരെ നാടനായിട്ടുള്ള ഭാഷയിൽ ഇത് ഇവിടെ VD സതീശനെ സമയത്ത് കാണാതിരുന്നുകൊണ്ട് വളരെ സീനിയർ ആയിട്ടുള്ള നേതാവായിട്ടുള്ള സുധാകരൻ പറഞ്ഞു എവിടെ പോയി കിടക്കുന്നു എന്ന് പറഞ്ഞത് വായി വന്നു പോയതൊരു തെറിയാണ്. എന്ത് ചെയ്യാൻ പറ്റും? ആ തെറി തനിക്ക് ആക്ഷേപമായി പോയി എന്നുള്ള ഈഗോയാണ് അദ്ദേഹത്തിനെ മാറ്റുന്നത്. കേന്ദ്ര നിരീക്ഷകയോട് പറഞ്ഞു എനിക്ക് ഇയാളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ വയ്യ. അതിനെ തുടർന്നാണ് പുഷ്പം പോലെ അദ്ദേഹത്തിനെ എടുത്ത് തെറിപ്പിച്ചത്. അതിൻ്റെ വലിയൊരു പ്രത്യാഘാതം തെരഞ്ഞെടുപ്പിൽ അവരെ കാത്തിരിക്കുന്നുണ്ട്. അതിനു പുറമെയാണ് ഈ കാണിക്കുന്ന വിഡ്ഢിത്തങ്ങൾ. ഒരു തവി പായസത്തിന് വേണ്ടി പാർട്ടിയുടെ താല്പര്യങ്ങൾ ബലി കഴിക്കുക എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അത് മുഖ്യമന്ത്രിയോടൊപ്പം ഇരുന്ന് ഹെംലോക്ക് കഴിക്കുന്നത് പോലെയാണ്. ഹെംലോക്ക് എന്ന് പറയുന്ന കൊടുംവിഷം കോൺഗ്രസ് കഴിക്കുന്നത് പോലെ ഒരു അവസ്ഥയിലേക്കാണ് ഇത് ഒരു തരം കോൺഗ്രസിൻ്റെ വളർന്നു വന്ന ഗർഭത്തിൻ്റെ ഒരു ഗർഭഛിദ്രമാണ് കോൺഗ്രസിന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്ന് വളരെ വിഷമത്തോടുകൂടി കോൺഗ്രസ്സുകാരനല്ലാത്ത ഞാൻ കേരളത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി പറയുന്നു. വന്ന ഒരു ഭരണമാറ്റം ഉണ്ടായിക്കഴിഞ്ഞെങ്കിൽ കുറച്ചൊരു ആശ്വാസമാകുമായിരുന്നു. കാരണം ഇനിയിപ്പോൾ ഒരു 3ാം പിണറായി വന്നാൽ അത് കേരളത്തിനുണ്ടാക്കുന്ന അഴിമതി, അതിൻ്റെ നാറ്റം, അതുപോലെ പാർട്ടിക്കുണ്ടാക്കുന്ന ഒരു ഹുങ്ക്, അത് പോലീസുകാരിലുണ്ടാക്കുന്ന ഒരു വീര്യം, അതിൻ്റെ ഫലമായിട്ട് ഇടികൊള്ളേണ്ടി വരുന്ന സാധാരണക്കാർ, അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ്സുകാരുടെ എണ്ണം വളരെ വളരെ കൂടുതലായിരിക്കും, ആശങ്കപ്പെടുത്തുന്നതുമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.